അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ കോവയ്ക്ക ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോവയ്ക്ക വെച്ചിട്ട് നമ്മൾ മെഴുക്കുവരട്ടിയല്ല, ഒരു എന്താ പറയുക, പീര പറ്റിക്കുക. അതായത് നമ്മുടെ സാധാരണ മീനൊക്കെ പീര പറ്റിക്കുന്ന രീതിയിൽ നമുക്ക് കോവയ്ക്ക വെച്ചിട്ട് റെഡിയാക്കി പീര പറ്റിക്കുക. അപ്പോൾ അതുകൊണ്ടല്ലോ നമുക്ക് മീൻകറിയുടെ ആ ഒരു ടേസ്റ്റും കിട്ടും. എന്നാൽ പച്ചക്കറിയാണ് തരാം. അപ്പോൾ നമ്മളിത് ഇവിടെ ചട്ടിയിലാണ് നമ്മുടെ സ്ഥിരം മീൻ ചട്ടി, ഒരു ചട്ടി തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ എണ്ണ ഒഴിച്ചാൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്കിനി ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മള് മീൻകറി എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത്. മീന് പകരം കോവയ്ക്ക, നല്ല കിളുന്ന കോവയ്ക്കാണ്. അപ്പൊ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാവേ. ഇപ്പം എണ്ണ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കടുക് പൊട്ടി റെഡിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അത് നമ്മള് 2 അല്ലി വെളുത്തുള്ളി മാത്രമേ തീരെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം, 3 അല്ലിയൊക്കെ എടുക്കാവേ. അതിന്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. ഇത് നമ്മൾ സവാള എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ആണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമാണ്, കുറെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ഒരു 1/2 മുറി സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു സവാളയുടെ 1/2 മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. കൂടുതൽ കോവയ്ക്ക ഉണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. അപ്പൊ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വെക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മള് എണ്ണയൊക്കെ നല്ല ചൂടായതുണ്ട്, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അതെ, നമ്മൾ ചെറുതായിട്ട് അരിയുന്നുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് അതൊരു ഗോൾഡൻ ബ്രൗൺ എഫക്റ്റിൽ കിട്ടും. അപ്പൊ നമുക്കിനി നമ്മുടെ കോവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒത്തിരി അങ്ങ് ചെറുതുമല്ല ഒത്തിരി വലുപ്പം അല്ലാത്ത രീതിയിലാണ് നമ്മൾ കോവയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട്, ഇച്ചിരി നീളമുള്ള കോവയ്ക്കായിരുന്നു, അപ്പോൾ അത് 2ആയിട്ട് മുറിച്ചതിന് ശേഷം പിന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. നല്ല എളുപ്പമുള്ള കോവയ്ക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത്ര സാധനം വെച്ചിട്ട് നമുക്ക് നമ്മൾ പൊടി ഐറ്റംസ് ഒന്നും ഇപ്പം ചേർത്തിട്ടില്ല, ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാനുള്ള എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്, എരി നോക്കിക്കണം. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടുക. നമ്മള് കാശ്മീരി മുളക് പൊടി പ്രാവശ്യം നമ്മൾ പോയിട്ട് കിട്ടിയില്ല സംഭവം. അപ്പം നമുക്കിനി നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കാതെ, അതിൻ്റെ കുടംപുളി ഇട്ട് വെച്ച ആ വെള്ളം കൂടെ ഒഴിച്ച് ചെറിയ 2 പീസ് പുളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇനി ഉപ്പിട്ട് കൊടുക്കാം. അതെ, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമ്മുടെ തീ ഉണ്ടല്ലോ, ചെറിയ തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടാണ് തീ. നമ്മൾ ഉപയോഗിക്കുന്ന പുളിയുടെ ഇത് നോക്കിയിട്ട് വേണം. ഒന്നതിന് പറയുന്ന പുളിയുടെ 100 ഒരു കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ നല്ല നല്ല പുളി കിട്ടും. അപ്പൊ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കോവയ്ക്ക നമുക്കൊന്ന് തുറന്നു നോക്കാം. ചെറിയ തീയിലാണ് വെച്ചിരുന്നത്. അപ്പൊ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരു സ്വല്പം കൂടെ വെള്ളം വറ്റാനുണ്ട്. അതെന്താ നമ്മൾ മുഴുവനായിട്ട് വറ്റാൻ നിൽക്കാഞ്ഞെന്ന് വെച്ചാൽ നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ പീര ആണെന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താലല്ലേ ആവത്തുള്ളൂ. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഈ ആദ്യം ചേർക്കുമ്പോഴേ മഞ്ഞൾ കുറവാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടുമ്പോൾ ആ സമയത്തും കൂടെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ മുളക് പൊടി ആയതുകൊണ്ടാണ് നമുക്കൊരു കളർ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറെ കൂടെ നല്ലൊരു കളർ കിട്ടും. സംഭവം നല്ല അടിപൊളിയായിരിക്കും. സാധാ മുളക് പൊടി ഇടുന്നെങ്കിൽ ഇതിന്റെ അളവ് കുറച്ചിടുക. അല്ല കാശ്മീരി മുളക് പൊടി ഇടുന്നെങ്കിൽ ഇച്ചിരി കൂടുതലിട്ടാലും നമുക്ക് എരി പ്രശ്നം വരുന്നില്ല, കളർ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ പച്ചമുളക് ഇട്ടാലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതെ, അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനത്തിന്. അപ്പൊ ഈ തേങ്ങയുടെ ഒരു മണം, ഇത് പച്ച
രുചിയും കൂടെ മാറാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേഗണ്ട. ഈ തേങ്ങ ഒരുപാട് വേഗണ്ട കാര്യമില്ല, ഇതാക്കിയാൽ മതി. അപ്പം പിന്നെ എന്തായാലും കൊള്ളാം. ഈ സംഭവം നമ്മൾ കുടംപുളി ഇട്ട് വെക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ്, മീൻ പറ്റിച്ച ഒക്കെ ആ ഒരു രുചിയാണ് വരുന്നത്. എന്തായാലും ഈ നമ്മളടുത്ത് എടുക്കുമ്പോൾ ആവി ഉണ്ടല്ലോ അതിനും കറക്റ്റ്. അതെ, അടപ്പ് തുറക്കുമ്പോ ഉണ്ടല്ലോ ആവി മീൻ പറ്റിക്കുന്നതിന്റെ അതേ രുചിയാണ് വരുന്നത്, ആ മണം. എന്തായാലും ഒന്നും കൂടെ അടച്ചെന്ന് നമുക്ക് വെക്കാം. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സാധനം നമുക്ക് തുറന്നു നോക്കാം. അതെ, ആവിയൊക്കെ വരുന്ന നല്ല മണമായിട്ടുണ്ട്. മീൻ പറ്റിക്കുന്നതിന്റെ അതേ മണം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി നൂർത്തൊക്കെ ഇട്ടേക്കാം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് വേണമെങ്കിൽ ഇടാം, ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്കുണ്ടല്ലോ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിക്കാന്നുണ്ടെങ്കിൽ കറക്റ്റ് മീൻ കറി. പിന്നെ ഹെവി ആയിരിക്കും സംഭവം ഹെവി ആയിരിക്കും, വേറെ ലെവലായിരിക്കും സാധനം. അപ്പൊ എന്തായാലും കൊള്ളാം. കോവയ്ക്ക കിട്ടുമ്പോൾ ഇനി വെറുതെ മെഴുക്കുവരട്ടിയും മറ്റേ തോരക്കൊന്നും വെക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇത് അറിയാവുന്നവരൊക്കെ ഉണ്ടാവും. എന്തായാലും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ അഭിപ്രായം എന്ന് പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു സാധനം. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്. ചോറിൻ്റെ കൂടെ നല്ല ഇടുക്കാച്ചി സാധനമാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ല് കൂടെ ചെയ്തൊക്കെ വെക്കുക. അപ്പൊ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ കാണാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് വേറൊരു വ്യത്യസ്ത റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.